സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ ഒരു വീഡിയോ കാണാൻ ഇടയായത് കൊണ്ടാണ്. ആ മോഡിജി പണ്ട് എന്തൊക്കെയോ ഇവിടെ ചെയ്തു കൂട്ടാൻ പോവുകയാണ്. 15 ലക്ഷം രൂപ ഓരോ ഇന്ത്യക്കാരന്റെയും പേരിൽ അക്കൗണ്ടിലെത്തും, ബാങ്കിൽ അക്കൗണ്ടിലെത്തും എന്ന് പറഞ്ഞ അധികാരത്തിൽ കയറിയ മോഡിജിയാണ്. ആ മോഡിജിയാണ് പുകഴ്ത്തുന്നത്. അതായത് രാത്രിയാണ് 12 മണിക്ക് ശേഷമാണ് തീരുമാനം എടുക്കുന്നത്. നോട്ട് നിർത്തണോ, നോട്ട് വേണ്ടേ, പിന്നെ എയർ ഇന്ത്യയെ വിൽക്കണോ, എയർ ഇന്ത്യയെ വിൽക്കണ്ടേ, പിന്നെ ഇൻഷുറൻസ് കമ്പനി വിൽക്കണോ വേണ്ടേ, എല്ലാം അതായത് നട്ടാപ്പാതിരാക്കി രാക്ഷസന്മാർ ചെയ്യുന്ന പ്രവൃത്തിയാണ് മോഡിജി ചെയ്യുന്നത്. ആ മോഡിജി അങ്ങ് പുകഴ്ത്തിയാണ്. കേരളത്തിൽ ഒരു ബുദ്ധി രാക്ഷസൻ, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരുന്ന അബ്ദുൽ സലാം എന്ന സംഘിക്കുട്ടൻ ചാണകം തിന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പുതിയ ബുദ്ധികളും പുതിയ ആശയങ്ങളും അങ്ങനെ ഉദിച്ചിരിക്കുകയാണ്. ചാണകം തിന്നും, മൂത്രം കുടിച്ചും, അതായത് വിസർജ്യം കഴിക്കുന്നവന്റെ ബുദ്ധി എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടെ. അതുപോലെ പറയാണ് മോഡിജി എന്തൊക്കെയോ ടെക്നോളജി ഇവിടെ നടത്താൻ പോകുന്നതാണ്. മോഡിജിക്ക് എന്താണ് വിദ്യാഭ്യാസ യോഗ്യത? ആദ്യം അബ്ദുസലാം അതൊന്ന് പറയും. മോഡിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ഇവിടെ ടെക്നോളജി നടത്തുന്നതും ഇവിടെ എല്ലാം നടത്തുന്നതും RSSകാരാണ്, അല്ല മോഡിജി ഒന്നും അല്ല. മോഡിജിയുടെ പണി എന്ന് പറയുന്നത് അദാനിക്കും അംബാനിക്കും കോൺട്രാക്ട് ഒപ്പിക്കാൻ വേണ്ടി ലോക രാജ്യങ്ങളിൽ കറങ്ങി നടക്കലാണ് മോഡിയുടെ പണി. അല്ലാതെ മോഡി ഒന്നും ചെയ്യുന്നില്ല. പിന്നെ മോഡിക്ക് എഴുതി കൊടുക്കും, RSSകാർ എഴുതി കൊടുക്കും, അത് വായിക്കും. അത് പ്രോംപ്റ്റർ ഇല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പുറത്തു നിന്നുള്ള ഒരാള് ചോദ്യം ചോദിച്ചാലും മറുപടി പോലും ഇല്ല. അങ്ങനത്തെ ബോഡി എന്ന ബുദ്ധിരാക്ഷസനെ പറ്റി പുകഴ്ത്തിപ്പാടുന്ന ഈ അബ്ദുസലാം ഇയാളെയൊക്കെ വൈസ് ചാൻസലർ ആക്കണമെന്ന് പറഞ്ഞ ആരെ പറ്റിലാണ് ആയത്? UDFന്റെ ഇതിൽ മുസ്ലിം ലീഗിന്റെ നോമിനി ആയിട്ടാണ്. അപ്പോ ഇപ്പൊ സംഘപരിവാറുകാരനായിട്ട് RSS ഇനി കാക്കി നിക്കറും കൂടെ എന്നാണ് ഇടുന്നതെന്ന് അറിഞ്ഞാൽ മതി. അതായത് കാക്കി നിക്കർ ഇടുന്ന എന്തിനാണ്? അത് ധരിക്കുന്ന എന്തിനാണ്? ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതായത് ഇന്ത്യയെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ഇവര് തടിയുമായിട്ട് പോകും. അതാണ് അവരുടെ ഇത്. നല്ലതെന്ന് പറയുന്നത് പിന്നെ ഈ കാക്കി നിക്കറും അതുമൊക്കെ ട്രൗസറും പിന്നെ ബെൽറ്റും ഒക്കെ കെട്ടി ഇവർക്ക് AK-47 കൊടുത്ത് അതിൻ്റെ കൂടെ പരിശീലനം കൊടുക്കണം. എങ്കിലേ ഈ നാട്ടില് ആളുകൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാക്കുള്ളൂ. അപ്പൊ വന്ന് അടിയിച്ചു കൊല്ലാം. അപ്പോ അങ്ങനെയുള്ള RSSകാരനെ ന്യായീകരിക്കുകയാണ് ഈ അബ്ദുസലാം പറയുന്നത് എന്താണ്? മോഡിജിക്ക് എല്ലാം ക്യുക്കായിരിക്കണം, ക്യുക്ക് സർവീസ് ആയിരിക്കണം, ക്യുക്ക് ഡെലിവറി ആയിരിക്കണം. അതിന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പൊ കിട്ടിയ എന്തൊക്കെയോ അങ്ങ് കോർപ്പറേഷന്റെ കീഴിലുള്ള ആളുകൾക്ക് ഏകദേശം 10 ലക്ഷം ആളുകൾക്ക് ക്യുക്കായിട്ട് കൊടുക്കുമെന്നാണല്ല. ഈ തിരുവനന്തപുരം മാത്രമേ ഉള്ള ഇന്ത്യയിൽ, വേറെ ഒരു പിന്നെ സംസ്ഥാന തലസ്ഥാനങ്ങളും ഇല്ലേ. മോഡി ഭരിക്കുന്ന അവിടെ ആദ്യം നടത്തട്ടെ. ഈ പിന്നെ എന്തൊക്കെയോ ചെയ്യുന്നു, റോഡ് മറ്റത് വില്ലേജസ്. ഡൽഹിയിൽ നിന്ന് നോക്കുമ്പോ എത്രയോ ലക്ഷം വില്ലേജസ് ഇങ്ങനെ കിടക്കുകയാണ്, തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. അത് നോക്കുമ്പോൾ കാണുന്നു അവിടെ എങ്ങനെ ചെന്നെത്തപ്പെടും, അവരിൽ എങ്ങനെ എന്താണ് ചെന്നെത്തുന്നത്? എന്ത് ആഹാരം ഉണ്ടാ, കിടപ്പാടം ഉണ്ടാ, അവർക്ക് വൈദ്യുതി ഉണ്ടാ, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? ഇതൊന്നും ചെയ്യാത്ത മോഡി തിരുവനന്തപുരത്ത് വന്ന് ഇത് ചെയ്യാൻ തിരുവനന്തപുരത്ത് പ്രത്യേകമായ മുഹബത്തുണ്ടാകും. അല്ല, ഈ അബ്ദുസലാം പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? അതായത് തീട്ടം തിന്നു തുടങ്ങിയ മോഡിജി പുകഴ്ത്തേണ്. എന്തെങ്കിലും ചാൻസ് മോഡി ഇത് കേൾക്കാനോ BJPക്കാർ ഇത് കേൾക്കാനോ ഇടയായാൽ എനിക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമല്ലോ. പിന്നെ സ്പേസ് ടെക്നോളജിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ് മോഡി പറയുന്നത്. സ്പേസ് ടെക്നോളജി അത് ഉണ്ടാക്കിയാണ് റോഡ് ഉണ്ടാക്കിയത്. അത് ഗുജറാത്തിൽ പോയി നോക്കിയാൽ അറിയാം. പാലങ്ങളും റോഡുകളും എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് സ്പേസ് ടെക്നോളജി ഉപയോഗിച്ച്. അങ്ങനെയുള്ള സ്പേസ് ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഭയങ്കരമായ നാഷണൽ ഹൈവേകൾ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് പൊളിഞ്ഞു വീണതെന്ന് കണ്ടില്ലേ? എത്ര എണ്ണം ഇടിഞ്ഞു വീണതെന്ന് കണ്ടില്ലേ? അപ്പൊ ഇതാണ് മോഡി. അപ്പൊ അഴിമതി രഹിതം, അഴിമതിയാണ് ഇവിടെ. ലക്ഷക്കണക്കിന് കോടി രൂപ സാധാരണക്കാരന് അവകാശപ്പെട്ട പൈസ അത് ഇവിടെയുള്ള കോടീശ്വരന്മാരായ ധനാഢ്യന്മാരായ വ്യവസായികളുടെ, ഈ ഹിന്ദു വർഗീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ എല്ലാം ഈ ഗവൺമെന്റ് എഴുതി തള്ളി. ഇവിടെ സാധാരണക്കാരനായ ഒരു ഹിന്ദുവിന്റെ, ഒരു ദളിതന്റെ,
അല്ലെങ്കിൽ സാധാരണക്കാരൻ ഒരു പാവപ്പെട്ട മുസ്ലിമിന്റെ, ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു ഹിന്ദുവിന്റെ ഏതെങ്കിലും ഒരു കടം എഴുതി തള്ളൂല. കോടീശ്വരന്മാരുടേത് അവർ എഴുതി തള്ളും. കാരണം അവരെ കൊണ്ട് അവർക്ക് ആവശ്യമുണ്ട്. ഇപ്പൊ 50,000 കോടി എഴുതി തള്ളിയ ഒരു 10,000 കോടി BJPക്ക് ചെന്ന് ചേരും. നിങ്ങൾ കണ്ടോളെ, ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ ഇവിടെയുള്ള എല്ലാ BJP നേതാക്കന്മാരും അന്ന് നാട് വിടും. അത് ഉറപ്പാണ്. അത് എന്തായാലും ശരി. ഇവിടെ വേണ്ടതെന്ന് പറയുന്നത് ഭരണം സ്തംഭിപ്പിക്കണം. ജനങ്ങൾ തെരുവിലിറങ്ങണം. ഡൽഹി വളയണം, പാർലമെന്റ് വളയണം. ഇപ്പതാ വോട്ട് ചോറും അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വന്നു. കോൺഗ്രസ് മാത്രം പോരാ, ഇന്ത്യയിലുള്ള എല്ലാ പ്രതിപക്ഷങ്ങളും ഇതിന് മുന്നിട്ടിറങ്ങണം. രാജ്യം സ്തംഭിപ്പിക്കണം. ഡൽഹി സ്ഥിരാകേന്ദ്രം സ്തംഭിപ്പിക്കണം. അപ്പോഴേ ജനങ്ങൾ അറിയുള്ളൂ. എങ്കിലേ ഇവർക്കൊരു മാറ്റം ഉണ്ടാവുള്ളൂ. ബാലറ്റിലേക്ക് തിരിച്ചു പോകണം. ബാലറ്റിലേക്ക് തിരിച്ചു പോയാൽ മാത്രം പോരാ, അതിനെ സംരക്ഷിക്കണം. അതായത് പോൾ ചെയ്ത വോട്ടുകളും പെട്ടികളും സംരക്ഷിക്കണം. എവര് വേണമെങ്കിൽ അത് മൊത്തത്തിൽ അടപടലം ഭൂമിയിലേക്ക് താഴ്ത്തി പുതിയത് കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ എന്ത് ചെറ്റത്തരവും ജയിക്കാൻ വേണ്ടി അവർ കാട്ടിക്കൂട്ടും. ഇപ്പൊ അവരെ പരിപാടി നടക്കാത്തത് ഒന്ന് കേരളം, ഒന്ന് കർണാടക, ഒന്ന് തമിഴ്നാട്, ഒന്ന് പശ്ചിമ ബംഗാള്. അവർ പല കളികളും കളിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ആള് കൂടുതലാണ്. BJPക്കാരെക്കാൾ കൂടുതൽ ഇവിടെ ജനങ്ങളുണ്ട്. അതുകൊണ്ട് അവര് കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ കളികളൊന്നും നടത്താൻ ഒക്കാത്തത്. എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ അവർ എന്തും ചെയ്യും. അവർ അതിനനുസരിച്ചാണ്. അതായത് രാഷ്ട്രീയക്കാരെ എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത്, ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നശിപ്പിക്കേണ്ടത്, ജനങ്ങളുടെ മുമ്പിൽ അവഹേളിക്കേണ്ടത്, ആ രീതിയിൽ അവർ ചെയ്യും. അതായത് ഇപ്പൊ കോൺഗ്രസിനെയാണ് അവർ നശിപ്പിക്കാൻ മെയിൻ ഉദ്ദേശിക്കുന്നത്. അതിന് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന പാർട്ടികൾക്ക് സീറ്റ് അവർ നേരത്തെ പറയും. അവർക്ക് ഇത്ര സീറ്റ്, ഇവർക്ക് ഇത്ര സീറ്റ്. അതിനനുസരിച്ച് നമുക്ക് പിന്നെ ഈ വോട്ടിംഗ് മെഷീനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇപ്പൊ തിരുവനന്തപുരത്ത് കണ്ടതാണ്. പോളിംഗ് നടന്ന ഒരു ബൂത്തില് എവിടെ കുത്തിയാലും LDFന് കുത്തിയാലും BJPക്ക് പോകും. അപ്പൊ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ നോക്കും. എല്ലാം ഏത് കള്ളത്തരവും കാണിക്കാം. കള്ളത്തരം കാണിക്കാത്ത മോഡി ഗവൺമെന്റിന് നിലനിൽപ്പില്ല. അവർക്ക് നിലനിൽപ്പില്ല. അത് ഉറപ്പാണ്. 100% പിന്നെ ഷുവറാണ്. അപ്പൊ ഇത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിന് വന്നിരുന്ന് ഈ അബ്ദുസലാമിനെ പോലെയുള്ള ചെറ്റകള്, ഇവനൊക്കെ മനുഷ്യന്മാരാ? എന്തെങ്കിലും അധികാരത്തിന് വേണ്ടി ആരെങ്കിലും വെറുതെ അങ്ങ് പോയിട്ട് ഒന്നും അല്ലെങ്കിലും അയാൾ വൈസ് ചാൻസലർ എന്നാണ്. അതിന്റെ പകുതി യോഗ്യതയെങ്കിലും ഈ മോഡിക്കുണ്ട്. മോഡി സ്വയം പറയുന്നത്, സ്വന്തമായിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് എത്ര വീഡിയോ വേണമെങ്കിലും ഞാൻ കേൾപ്പിച്ചു തരാം. 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടാകുന്ന അള്ളാഹുവിനെ അറിയാം. പഠിച്ച നമ്പരാനെ അറിയാം. അപ്പോൾ ചായ വിറ്റ് നടന്നു പറയും. വിദ്യാഭ്യാസം നല്ല ഉണ്ടെങ്കിൽ ചായ വിറ്റ് നടന്നു റെയിൽവേ സ്റ്റേഷനിൽ. അപ്പൊ അന്വേഷിച്ചപ്പോൾ പറയുന്ന അന്ന് അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ അവിടെ ഇല്ല. ഇയാൾ ചായ വയ്ക്കുന്ന പ്രായത്തിൽ അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇല്ല. രണ്ടാമത് പറയുന്നത് 30 വർഷം ഞാൻ ഭിക്ഷ എടുത്തു വന്നു. അപ്പൊ ആ കാലഘട്ടവും അപ്പൊ ഭിക്ഷ എടുക്കാൻ പോകുമ്പോൾ പഠിക്കാൻ ഒക്കില്ല. അതുപോലെ ഈ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തിനു മറച്ചു വെക്കണം? അതെന്തിന് രഹസ്യമാക്കി വെക്കുന്നത്? ഞാൻ എന്റെ ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അതിന് ലജ്ജിക്കുന്ന എന്തിന്? വിദ്യാഭ്യാസം ഇല്ലാത്ത എത്രയോ പ്രധാനമന്ത്രിമാർ പിന്നെ പല ലോകത്തിന്റെ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അതിന് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാരെന്ന് പറഞ്ഞാൽ നല്ല ടോപ്പ് വിദ്യാഭ്യാസം ഉള്ളവരായിരുന്നു. അത് രാജീവ് ഗാന്ധി ആവട്ടെ, ഇന്ദിരാഗാന്ധി ആവട്ടെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആവട്ടെ, ലാൽ ബഹദൂർ ശാസ്ത്രി ആവട്ടെ, അവസാനം മൻമോഹൻ സിംഗ് ആവട്ടെ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന വ്യക്തിത്വത്തിന്റെ ഉടമകളാണ്. അപ്പൊ ഈ മോദി എന്ന് പറയുന്ന ബലൂൺ നമ്മള് ഊതി വീർപ്പിച്ച് എങ്ങനെ വെച്ചിരിക്കും? അതുപോലെയാണ്. പൊട്ടിയാ തീർന്നു. വേറൊരു അധികാരി, അതായത് ഒരു ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കള്ളികളെല്ലാം വെളിച്ചത്താവും. എന്തായാലും ശരി, കേരളത്തിലുള്ള ഒരു സശ്രദ്ധം സൂക്ഷിച്ച് ജീവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വിലപ്പെട്ട സമ്മതിദാന അവകാശം നമ്മൾ യാതൊരു കാരണവശാലും നാട്ടിൽ വർഗീയ ലഹള ഉണ്ടാക്കുന്ന, വർഗീയ വേർതിരിവുണ്ടാക്കുന്ന, വെറുപ്പും വിദ്വേഷവും പടർത്തുന്ന, മതസൗഹാർദ്ദം ആയിട്ട് കഴിയുന്ന നമ്മളെപ്പോഴും നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഇവരെല്ലാം നമ്മൾ ഒരു വെളിപ്പാടകലം മാറ്റി നിർത്തണം. കാരണം ഇവരുടെ ഉദ്ദേശം വേറൊന്നുമല്ല, ഈ പാവപ്പെട്ട ദളിതനും ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്.
അതിന് നമ്മൾ നിന്ന് കൊടുക്കണോ വേണ്ടേ? നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കണം, ചിന്തിക്കാതിരിക്കരുത്. കാരണം ഈ ഈ ഒന്നിച്ചു നിൽക്കുന്ന പ്രതിപക്ഷങ്ങളെ ന്യൂനപക്ഷങ്ങളെയൊക്കെ ഭിന്നിപ്പിക്കാൻ വേണ്ടി അവർ പല പരിപാടികൾ നൽകുക. ഏതെങ്കിലും നേതാക്കന്മാരെ വിളിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു എച്ചിൽ കൊടി കാണിച്ചു കൊടുത്ത് അവരെ ഇങ്ങനെ അല്ല പട്ടിക്ക് എല്ല് കൊടുക്കുന്ന പോലെ വിളിച്ചു കൊണ്ടുപോകുന്ന പോലെ അവർ കൊണ്ടുപോകും. അത് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മനസ്സിലാക്കാനുള്ള ജീവിതം എന്ന് പറയുന്ന പോലെ ഒറ്റ ജീവിതമേ നമുക്കുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ തീർന്നു. ജനങ്ങൾ നമ്മളെ പറ്റി നല്ലത് പറയണം. നമ്മളെ വീട്ടുകാർ, നമ്മളെ നാട്ടുകാർ, നമ്മളെ ബന്ധുക്കൾ, നമ്മളെ സ്നേഹിതന്മാർ എല്ലാം പറയണം നല്ല മനുഷ്യനായിരുന്നു, ജനങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുള്ളതാണ്, നല്ലതിന് വേണ്ടി നിന്നാണ്, പല കപ്പക്കഷ്ണങ്ങളും വെച്ച് നീട്ടിയിട്ട് പോയിട്ടുള്ള മനുഷ്യനല്ല എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കണമെങ്കിൽ നിങ്ങൾ കാരണം അത് നമ്മൾ ഒന്നും കൊണ്ടുപോകില്ലല്ലോ. നമ്മൾ എന്താണ് കൊണ്ടുപോകുന്നത്? മരിക്കുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകും? ഒന്നും കൊണ്ടുപോകില്ല. അത് മാത്രമല്ല, മരണം എപ്പോഴും വരാനല്ല, മുമ്പിലും വരാം, ബാക്കിലും വരാം, സൈഡിലും വരാം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മരിക്കും, ആരും മരിക്കാത്തവരാരുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം അന്തസ്സോടെ, അഭിമാനത്തോടെ, ആണത്തത്തോടെ ജീവിക്കണം. അല്ലാതെ ഈ നാട്ടില് അരാജകത്വം ഉണ്ടാക്കുന്നു, നാട്ടില് മതത്തിന്റെ പേരിലല്ലേ ഉണ്ടാക്കുന്നത്. ജയ് ശ്രീറാം വിളി, ജയ് ശ്രീറാം വിളി ഇല്ലെങ്കിൽ ചെരുപ്പ്. ഇന്ന് ഞാൻ ഒരു വീഡിയോ കണ്ടാണ്, ചെരുപ്പ് നക്കിക്കുന്നു, എന്നിട്ട് അവനെ അടിക്കുകയാണ് ഒരു ദളിതന്. നമ്മൾ മനസ്സിലാക്കണം, അവനും ഹിന്ദുവാണ്, അടിക്കുന്നവനും ഹിന്ദുവാണ്. അപ്പൊ ഇതാണ്, അതായത് ഈ ദളിതന്മാരെ ആയിരുന്നാലും ന്യൂനപക്ഷങ്ങളെ ആയിരുന്നാലും അവർക്ക് ഇല്ലാതാക്കണം. അവര് പട്ടികളാ? മനുഷ്യന്മാരല്ലേ? അവരെ കൊണ്ട് ചെരുപ്പ്, അവന്റെ സ്വന്തം ചെരുപ്പ് തുപ്പിയിട്ട് നക്കിക്കുന്നവനെ കൊണ്ട്. അപ്പൊ അത്ര വൃത്തികെട്ട ജന്തുക്കളാണ് ഈ RSS സംഘപരിവാർ ശക്തിയാണ്. അത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ളവരെ വെറുക്കണം നമ്മൾ. കേരളം എന്ന് പറയുന്ന ലോകത്തിന് മാതൃകയാണ്. ആ മാതൃക നമ്മൾ കാട്ടിക്കൊടുക്കണം. യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ള വർഗീയ ഭ്രാന്തന്മാരെ, വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നവരെ, വിഷം ചീറ്റുന്ന വ്യക്തികളെ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വിശേഷങ്ങളുമായി ഇനി ഞാൻ വരുന്നുണ്ട്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.